ഇപ്പോൾ ഇങ്ങനെ എന്താ തമ്മിലടിയും നാണക്കേടും ഇത്രയും ഒരു അവിഞ്ഞ ഒരു ചീഞ്ഞ അവസ്ഥയിലോട്ട് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് ഇപ്പോഴത്തെ ഭാരവാഹികളും അംഗങ്ങളുമാണ്. എല്ലാവരും വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്നുള്ള പോലെ ഒരു പവർ എക്സസൈസ് ചെയ്യാൻ പ്രസിഡന്റ് സെക്രട്ടറിയും ചെയ്തിട്ടില്ല ഒരുമിച്ച് നിന്ന്. അവർ സീനിയേഴ്സ് വന്ന് തിരിച്ചേറ്റെടുക്കട്ടെന്നേ. ഇത് ചെയ്തിട്ട് ശരിയാവുന്നില്ല. അവർക്ക് അറിയുന്നില്ല. ഒരുപാട് പൈസയുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പരാതിയുണ്ട്. അല്ല, സത്യത്തിൽ ലേബി, ഞാനത് വളരെ സങ്കടത്തോടെയാണ് കേട്ടോ പറയുന്നത്. പൊതുസമൂഹത്തിനോട് ഞാൻ മാപ്പ് പറയുന്നല്ലേ, എനിക്കതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പക്ഷേ മോറൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മളും ഇതിനകത്ത് ഒരുപാട് പക്ഷം ചേർന്നിരുന്നു, അല്ലെങ്കിൽ അവരോടൊപ്പം നിന്നിരുന്നു. ആ റെസ്പോൺസിബിലിറ്റി കൊണ്ട് മാപ്പ് പറയുന്നു എന്ന് ഞാൻ പറയും. ഇതിനകത്ത് എനിക്ക് കൈ കഴുകാൻ അല്ല, കൈ കഴുകാനുള്ള വകുപ്പുണ്ടായിരുന്നെങ്കിൽ കൈ കഴുകണം എന്ന് വെച്ചാൽ അത്രയും സങ്കടമുണ്ട് മനസ്സിൽ. ഇങ്ങനെയൊന്നല്ലല്ലോ ചേച്ചി ആയിരുന്നേ. ചേച്ചി ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞിരുന്നേ. സ്ത്രീകൾ വരണം, സ്ത്രീകൾ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങണം, എല്ലാ സംഘടനകളും സ്ത്രീകളുടെ ആധിപത്യത്തിലായിരിക്കണം, സ്ത്രീകളാണ് ഇനി മുന്നോട്ട് നയിക്കേണ്ടത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സ്ത്രീകളെ കൊടുത്താലും അങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യണം, ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞിരുന്നേ. ചേച്ചി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, അതായത് അമ്മയുടെ തെരഞ്ഞെടുപ്പിന് വിജയാഘോഷം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഒന്ന് നോക്കിക്കേ. പലരും ഉന്നയിച്ചിട്ടുള്ളത് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ജയം വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. വലിയ ആനന്ദമാണ്. കുക്കുവും ശ്വേത പ്രസിഡന്റ് ആവുന്നു, കുക്കു ജനറൽ സെക്രട്ടറി ആവുന്നു, ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അൻസിബ വരുന്നു, വൈസ് പ്രസിഡന്റായിട്ട് മറ്റൊരു പെൺകുട്ടി ലക്ഷ്മിപ്രിയ വരുന്നു. എത്ര സീറ്റിലേക്കാണ് സ്ത്രീകൾ മീനാസ്പൂർ ജയിച്ചിരിക്കുന്നത്, സരയു ജയിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇത്രയും ചരിത്രത്തിലാദ്യമായിട്ട് പുരുഷന്മാരുടെ മാത്രം പേരെഴുതിയെടുത്ത് എല്ലാം മെയിൻ സീറ്റ് അടക്കം എത്രയോ സ്ത്രീകളാണ് നിലയായിട്ട് വരുന്നത്. വലിയ പ്രതീക്ഷയാണ്. ഇനി അവര് ആ സപ്പോർട്ട് ഇവിടെ കൊണ്ട് തീരരുത്. എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഷോസ് ഒക്കെ നടത്താൻ പറ്റുള്ളൂ. അത് മുന്നേറ്റമാക്കി മാറ്റണം. അപ്പോഴാണ് അന്നത്തെ ആവേശമൊന്നും കാണുന്നില്ലല്ലോ ചേച്ചി. ഇപ്പോ ലോകത്തിലുള്ള ആണുങ്ങൾ മുഴുവൻ സ്ത്രീകളുടെ എന്താ പറയാ അടിപ്പാവാടയുടെ വള്ളിയിൽ കിടക്കണം എന്നൊക്കെ ഒരു ധാർഷ്ട്യത്തോടെ ആയിരുന്നല്ലോ നിങ്ങളുടെ വർത്താനവും നിങ്ങളുടെ കാണിച്ചുകൂട്ടലൊക്കെ. ആ സംഘടനയിൽ ഉണ്ടായ മുഴുവൻ ആണുങ്ങളെയും നിങ്ങൾ അമ്മാതിരി തേപ്പും തിരിയും പറഞ്ഞിട്ടല്ലേ പുറത്താക്കിയത്. നിങ്ങളുടെ കുറെ ചാവാലികൾ വേറെ കുറെ എണ്ണം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും, ആണുങ്ങൾ തന്നെ തിരിച്ചു വരണം. സ്വന്തം നിലനിൽപ്പ് പോയപ്പോ കിട്ടില്ല, അതായത് നിലനിൽപ്പ് തന്നെ അവതാളത്തിലാണെന്ന് അറിഞ്ഞപ്പോ ആണുങ്ങളുടെ അടുത്തേക്ക് വീണ്ടും പോണം അല്ലേ. അപ്പൊ ഇപ്പൊ ആണുങ്ങൾ വേണം. പ്രശ്നത്തിൽ പെടുമ്പോൾ ആണുങ്ങൾ വന്ന് ഇതൊക്കെ ഏറ്റെടുക്കണം. ഉണ്ടാക്കിണ്ടല്ലേ. ഇതൊക്കെ അന്ന് പറഞ്ഞിരുന്ന ഡയലോഗുകളൊക്കെ ഓരോന്ന് എടുത്തൊക്കെ തന്നു കഴിഞ്ഞാട്ടല്ല അവിടെ കിടന്ന് നീ മുട്ടിറക്കിയും എല്ലാം പറയാനുള്ള. ഞങ്ങളുടെ നാട്ടിലെ പഴയ കാരണന്മാര്, പഴയ ബുദ്ധിയുള്ള കാരണന്മാര് ഒരു പഴഞ്ചൊല്ല് പറയും. എന്നിട്ടെന്നറിയത്, 2 മല ചേരും എന്നാ 4 ചേരില്ലാന്ന്. ഒരുമിച്ച് എന്തോരം വെച്ചാലും കാര്യമില്ലാന്നത്. നിന്നോടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട കാര്യമുള്ളൂ. ഒരു വട്ടന്നെ ആണുങ്ങളുടെ നെഞ്ചത്ത് കയറായിരുന്നു ഒരു പറ്റം പെണ്ണുങ്ങള്. ഇപ്പോൾ ആണുങ്ങൾ തന്നെ വേണം, ആണുങ്ങൾ തിരിച്ചെടുക്കണം എന്ന്. നിലനിൽപ്പ് പോവാറായപ്പോൾ ആണുങ്ങൾ നിങ്ങളെല്ലാവരും സീനിയർക്ക് വന്നിട്ട് ഏറ്റെടുക്കട്ടെ. ആട്ടും തുപ്പം തയ്ച്ചിട്ട് അവരുടെ പുറത്താക്കിയപ്പോൾ നിനക്കൊക്കെ ഒരു സുഖം കിട്ടിയില്ലേ എന്ന്. ഇനി പോയി ഏറ്റെടുക്കറാ. വെള്ളടുത്തും മറ്റേ ഇവരടുത്തും പറയാനുള്ളൂ, പോയി ഏറ്റെടുക്ക് ചെല്ല്. ഇതേ ചേച്ചി ഔദാര്യം വെച്ചേക്കണ്. ഇടക്ക് പിടിച്ചോറ്റങ്ങൾ ഒരു സംഘടനയും. മക്കളെ, നിങ്ങളെ ഈ നടന്മാരുടെ ഒരു വിചാരമുണ്ട്, നിങ്ങൾ വലിയ കൊമ്പത്തെ കോണങ്ങളാണ്. ഒരു അല്ല, നിങ്ങൾ ജനങ്ങളുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ എന്ന് ആ ബോധ്യം നിങ്ങളുടെ ജനങ്ങൾക്ക് ഉണ്ടാവണോ. അന്ന് തീരും നിങ്ങളുടെ ഈ പട്ടിപ്പോസും കോപ്പും. വലിയൊരു രാജാവാണെന്നാണ് നിങ്ങളൊക്കെ വിചാരം. ഒരു സെറ്റിൽ വന്നാൽ നിങ്ങളൊക്കെ ധാർഷ്ട്യം പറയിപ്പിക്കണ്ട. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഉണ്ടായി ഈ പ്രശ്നം, അതിനെ ഏറ്റവും ഫസ്റ്റ് ആണിയായത്, ഈ പ്രശ്നം ഇത്ര രൂക്ഷമാക്കിയതും ഈ പ്രശ്നത്തിലേക്ക് മറ്റു പലരെയും പിന്നെ ജിഹാദി എന്ന് പറയുന്ന വാക്കും കൊണ്ടിട്ടത് ദിവള അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. ഇനിയെങ്കിലും നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവളെ പോലുള്ള ജന്തുക്കളെ ആദ്യം തന്നെ എടുത്ത് കാട്ടികളായി.